നമസ്കാരം. പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്ന വാർത്ത കേൾക്കുമ്പോൾ ഓരോ മലയാളിയും ഒരു പേരോർക്കും: ശങ്കരനാരായണൻ. പ്രതികാരത്തിൻ്റെ അഗ്നിയിൽ വെന്തുരുകിയ മനസ്സുമായി കഴിഞ്ഞ ആ അച്ഛൻ തൻ്റെ മകളെ ഇല്ലായ്മ ചെയ്ത മനുഷ്യമൃഗത്തോട് പകരം വീട്ടിയത് എങ്ങനെയായിരുന്നു? ആരായിരുന്നു ശങ്കരനാരായണൻ? കീഴ്ക്കോടതിയുടെ വിധി ഏറ്റുവാങ്ങി അയാൾ ജയിലിൽ കിടക്കുമ്പോൾ കേരളത്തിലെ നൂറുകണക്കിന് പെൺകുട്ടികൾ അയാൾക്ക് ആരാധനയോടെ കത്തെഴുതിയത് എന്തിനായിരുന്നു? അതിനെല്ലാം സംബോധന ഒന്ന് മാത്രം: പ്രിയപ്പെട്ട അച്ഛന്. എല്ലാ പെൺകുട്ടികൾക്കും ഹീറോയായ മലപ്പുറത്തെ ഒരച്ഛൻ്റെ കഥയാണിത്. മലപ്പുറം മഞ്ചേരി ചാരങ്കാവിലുള്ള ശങ്കരനാരായണൻ എന്ന മനുഷ്യനെ പുറം ലോകത്തിന് അതുവരെ അറിയില്ലായിരുന്നു. കാലി വളർത്തൽ കൊണ്ട് ഉപജീവനം നടത്തി വന്ന ഒരു സാധാരണ മനുഷ്യൻ. 2 ആൺമക്കൾ ജനിച്ച ശേഷം ഏറെ വൈകി ശങ്കരനാരായണനും ഭാര്യ ശാന്തകുമാരിക്കും ഒരു മകൾ പിറന്നു. ഏട്ടന്മാരുടെ പൊന്നനിയത്തിയായും മാതാപിതാക്കൾക്ക് വാത്സല്യനിധിയായും അവൾ വളർന്നു. കൃഷ്ണപ്രിയ. അവൾക്ക് 13 വയസ്സായി. 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. 2001 ഫെബ്രുവരി 9. പതിവ് പോലെ അന്നും അവൾ ചാരങ്കാവിലെ സ്കൂളിലേക്ക് പോയി. മകൾ കൺവെട്ടത്തു നിന്നും മറയുന്നതുവരെ മാതാപിതാക്കൾ നോക്കി നിന്നു. വിജനമായ ആ വഴിയിലൂടെ പതിവായി നടക്കുന്നതിനാൽ അവൾക്ക് ഭയമുണ്ടായില്ല. വൈകിട്ട് സ്കൂൾ വിട്ട് കൃഷ്ണപ്രിയ വരേണ്ട സമയമായി. അവൾക്കിഷ്ടമുള്ള പലഹാരങ്ങളും കരുതി വെച്ച് അമ്മ കാത്തിരുന്നു. മകളെ ഏറെ നേരമായിട്ടും കാണാതിരുന്നപ്പോൾ ആധിയായി. സമയം പിന്നെയും കടന്നുപോയി. മകളെ തേടി പിതാവും സഹോദരങ്ങളും സ്കൂളിലേക്ക് പോയി. അവൾ 4 മണിക്ക് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോയതായി അവർ പറഞ്ഞു. എല്ലാവർക്കും ഭയമായി. വരുന്ന വഴിയിൽ എവിടെയെങ്കിലും കാഴ്ചകൾ കണ്ടു നിൽക്കുന്നതാവുമോ? മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ അവർ ഒരു സത്യം തിരിച്ചറിഞ്ഞു: മകൾക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു. ഒരു നാടും വീട്ടുകാരും ഒന്നടങ്കം കുട്ടിയെ തിരഞ്ഞിറങ്ങി. രാത്രി മുഴുവൻ തിരച്ചിലോട് തിരച്ചിൽ. ഒടുവിൽ ആരോ കണ്ടു ആ നടുക്കുന്ന കാഴ്ച. വിജനമായ വഴിക്കപ്പുറം കുറ്റിക്കാട്ടിൽ പിച്ചിച്ചീന്തിയ നിലയിൽ ആ പെൺകുഞ്ഞിൻ്റെ മൃതദേഹം. നാടാകെ നിശ്ചലമായി. വീട് കണ്ണീർ കടലിലായി. പോലീസ് വന്ന് അന്വേഷണം ആരംഭിച്ചു. മൃതദേഹത്തിൽ നിന്നും ആഭരണങ്ങൾ നഷ്ടമായിരുന്നു. പോലീസ് നായ മണം പിടിച്ച് പരിസരത്ത് നടന്നു. നാട്ടുകാരിൽ ചിലർക്ക് തോന്നിയ സംശയമാണ് തുമ്പായത്. കുട്ടിയെ കാണാതായ നിമിഷം മുതൽ തിരയാൻ കൂടെയുണ്ടായിരുന്ന ഒരാളെ പുലർച്ചെ മുതൽ കാണാനില്ല. അയാളുടെ വീട് അടഞ്ഞുകിടന്നു. ആ തുമ്പ് പിടിച്ചുള്ള അന്വേഷണത്തിൽ പോലീസിന് പ്രതിയെ അതിവേഗം കണ്ടെത്താനായി. ആ 7ാം ക്ലാസ്സുകാരി സ്കൂളിൽ നിന്നും മടങ്ങി വരുന്നത് കാത്ത് പൊന്തക്കാട്ടിൽ കാത്തിരുന്ന ആ മനുഷ്യമൃഗം ആരായിരുന്നു? അഹമ്മദ് കോയ എന്നായിരുന്നു അവൻ്റെ പേര്. ശങ്കരനാരായണൻ്റെ അയൽവാസി. ആ വീട്ടിൽ വല്ലപ്പോഴുമൊക്കെ വന്ന് തിന്നുകയും കുടിക്കുകയും ചെയ്തവൻ. ക്രിമിനൽ പശ്ചാത്തലമുണ്ടായിട്ടും അയൽക്കാരനായതുകൊണ്ട് മാത്രം ശങ്കരനാരായണൻ അവനെ അകറ്റിയില്ല. കൃത്യത്തിന് ശേഷം അവൻ പണയം വെച്ച സ്വർണവും പോലീസ് കണ്ടെത്തി. കൊടും ക്രിമിനലായതുകൊണ്ട് ഇയാളുടെ ഭാര്യയും മകളും ഉപേക്ഷിച്ചു പോയിരുന്നു. അയാൾ തനിച്ച് ആ വീട്ടിലായിരുന്നു താമസം. സ്കൂളിൽ നിന്ന് വന്ന കുട്ടിയെ പരിചയം നടിച്ച് അടുത്തുകൂടി പ്രലോഭിപ്പിക്കാൻ അയൽക്കാരനായ അവന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. പ്രതിയെ തിരിച്ചറിഞ്ഞപ്പോൾ നാടാകെ നടുങ്ങിപ്പോയി. പോലീസ് അവനെ അറസ്റ്റ് ചെയ്തു. മകളുടെ മരണം തീർത്ത ശൂന്യത ആ പിതാവിനും വീടിനും താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. മകൾക്കൊപ്പം കിടന്ന കയറ്റുകട്ടിലിൽ ശങ്കരനാരായണൻ പിന്നെ ഒരിക്കൽ പോലും കിടക്കാതായി. മകളുടെ ചിത്രത്തിൽ നോക്കി കണ്ണീർ പൊഴിച്ചുകൊണ്ടിരുന്നു. അധികം വൈകാതെ പ്രതി ജാമ്യത്തിലിറങ്ങി. ദിവസങ്ങൾ സാധാരണ പോലെ കടന്നുപോയി. തൻ്റെ മനസ്സിലുള്ളതൊന്നും ശങ്കരനാരായണൻ ആരോടും പറഞ്ഞില്ല. മകളെ കൊന്നവനായിട്ടും ശങ്കരനാരായണൻ അഹമ്മദ് കോയയോട് യാതൊരു ശത്രുതയും നേരിട്ട് കാണിച്ചില്ല. പക്ഷേ ഒരു നിഴൽ, മനസ്സിൽ കരുതി വെച്ച കാരിരുമ്പിൻ്റെ കരുത്തുമായി പ്രതിക്കൊപ്പം നിഗൂഢമായി സഞ്ചരിച്ചു കൊണ്ടിരുന്നത് ആരും അറിഞ്ഞില്ല. 2022 ജൂലൈ 27. വീണ്ടും മറ്റൊരു നടുക്കുന്ന വാർത്ത കേട്ടാണ് ചീരങ്കാവ് എന്ന നാട് ഉണർന്നത്. ക്രിമിനലായ അഹമ്മദ് കോയ വെടിയേറ്റു മരിച്ചു. മൃതദേഹം പൊട്ടക്കിണറ്റിൽ കിടക്കുന്നു. ആളുകൾ ഓടിക്കൂടി. പോലീസിന് അധികം അന്വേഷിക്കേണ്ടി വന്നില്ല. പ്രതി ശങ്കരനാരായണൻ പോലീസിന് കീഴടങ്ങി. അതോടെ മകൾ മരിച്ച ദുഃഖത്തിൽ കഴിഞ്ഞ ശങ്കരനാരായണൻ എന്ന സാധാരണക്കാരനായ പിതാവിന് ഹീറോ പരിവേഷമായി. കൃഷ്ണപ്രിയ വധം വീണ്ടും വാർത്തകളിൽ നിറഞ്ഞു. മകളെ കൊന്നവൻ്റെ ഉയിരെടുക്കാൻ സദാ ഒരു തോക്കും കരുതിയായിരുന്നു ആ അച്ഛൻ്റെ നടപ്പ്. വിചാരണ കോടതി ശങ്കരനാരായണന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു.
നിയമം കയ്യിലെടുക്കാൻ ആർക്കും അധികാരമില്ലല്ലോ. തനിക്ക് ജീവപര്യന്തം ശിക്ഷ ലഭിച്ചപ്പോൾ ശങ്കരനാരായണൻ പ്രതിക്കൂട്ടിൽ നിന്ന് ആദ്യമായി തൻ്റെ നഷ്ടമായ ചിരി വീണ്ടെടുത്തു. ജയിലിൽ ശങ്കരനാരായണന് സന്ദർശകരുടെ എണ്ണം കൂടി. അഭിനന്ദനങ്ങൾ അറിയിച്ച് ഒരുപാട് പെൺമക്കൾ കത്തയച്ചു. അവർക്കെല്ലാം ശങ്കരനാരായണൻ അച്ഛനായി. 2006 മെയ് മാസത്തിൽ ഹൈക്കോടതി ശങ്കരനാരായണനെ വെറുതെ വിട്ടു. പ്രതിക്ക് വേറെയും ശത്രുക്കൾ ഉണ്ടാകാമെന്ന് കോടതി വിധിന്യായത്തിൽ എഴുതി. പെൺകുട്ടികൾ ലൈംഗികാതിക്രമത്തിൽ മരണപ്പെടുമ്പോഴൊക്കെ ശങ്കരനാരായണനും കൃഷ്ണപ്രിയയും മലയാളികളുടെ മനസ്സിൽ എത്തുന്നു. നിയമം കയ്യിലെടുക്കാൻ ഒരാൾക്കും അവകാശമില്ല. പക്ഷേ ഇത്തരം പ്രതികാര കഥകൾ നന്മ കാത്തിരിക്കുന്ന മനുഷ്യ സമൂഹത്തെ വല്ലാതെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കും.